ഞാൻ പാരമ്പര്യ വൈദ്യനാ. ഈ വൈദ്യത്തിനെ പറ്റി മോക്ക് എന്തെങ്കിലും അറിയാവോ? എന്തെങ്കിലും അറിഞ്ഞൂടാ? നല്ല വേദനയായാലും ചെറിയ വേദനയായാലും വേദനമാണ്. ഞാൻ പെരട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആ മനുഷ്യന് പെരട്ടാൻ പറ്റാത്ത സ്ഥലമുണ്ട് ഞാൻ സഹായിക്കും. ബാക്കിയെല്ലാം അവരവരും ആ വേണം. ഞാൻ വൈദ്യത്തിലേക്ക് നാളെ ഒരാൾക്ക് പെരട്ടാൻ കയ്യെത്താത്ത സ്ഥലത്ത് ഞാൻ സഹായിക്കും. അത്രയാ. ഞാൻ പ്രായമുള്ള ആളല്ലേ, എല്ലാം ഞാൻ തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പറ്റുമോ? ഞാൻ വേണ്ട സമയത്ത് ഞാനുണ്ട്, ഞാൻ ഇല്ലാതില്ല. തണ്ടലിനോ പെടലിക്കോ ഒക്കെ ആണെങ്കിൽ ഞാൻ പെരട്ടണം, ഞാൻ സഹായിക്കാം. നമുക്ക് മാറേണ്ടത് വേദന മാത്രമാണ്. അവരൂര് പെരട്ടാൻ എത്തുന്നിടതല്ല, അവരൂര് തന്നെ പെരട്ടിക്കോണം. ഞാൻ പാരമ്പര്യ വൈദ്യനാ. ഞാൻ പാരമ്പര്യ വൈദ്യനെന്ന് വെച്ചാൽ ഔഷധ നിർമ്മാണ യൂണിറ്റിൽ അംഗമാണ്. അതിൽ കൂടുതൽ എന്താ വേണ്ടത് പാരമ്പര്യ വൈദ്യന്? ചെറുതിന് 80 രൂപ. ഇത് എന്ന് പറഞ്ഞാൽ ഈ വൈദ്യത്തിനെ പറ്റി മോക്ക് എന്തെങ്കിലും അറിയാവോ? എന്തെങ്കിലും അറിഞ്ഞൂടാല്ലോ. അതായത് പാരമ്പര്യ വൈദ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡോക്ടർമാരുടെ ഗുരുക്കന്മാരാ. ചിരിക്കാതെ കാര്യം കേൾക്ക്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഡോക്ടർമാർ ശസ്ത്രക്രിയ ചെയ്യുന്നുണ്ട്. 400 വർഷങ്ങൾക്ക് മുമ്പേ സുശ്രുതനാണ് ആദ്യമായിട്ട് 400 യന്ത്രം ഉണ്ടാക്കിയിട്ട് ശസ്ത്രക്രിയ ചെയ്തത്. വരും തലമുറയ്ക്ക് ശസ്ത്രക്രിയയിലെ ജീവിക്കാൻ പറ്റത്തില്ല അറിഞ്ഞിട്ട് അതിന്റെ പ്ലാറ്റന്റ് വിദേശത്തെ കൊടുത്തിട്ട് ആ പ്ലാറ്റന്റിൽ നിന്നാണ് ബാക്കിയുള്ള ശസ്ത്രക്രിയയുടെ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്. അത് ഞാനല്ല ഇവിടുത്തെ ഡോക്ടർമാരുടെ ഗുരു, പാരമ്പര്യ വൈദ്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഡോക്ടർമാരിവിടെ ഭൂമിയിൽ ചികിത്സ ചെയ്യാൻ തുടങ്ങിയിട്ട് 100 കൊല്ലമയാണ്. ഇട്ടാവട്ടമാണ്. അതിനുമ്പ് അവരില്ല. ഭൂമിയുടെ ചരിത്രം കൃതയുഗം, തേത്രായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിന്റെ അന്ത്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. ഈ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 4 യുഗങ്ങളായിട്ട് ഇവിടെ വൈദ്യം ചെയ്ത ആരാ? പാരമ്പര്യ വൈദ്യന്മാർ. ഡോക്ടർമാരുടെ സേവനം 100 വർഷത്തിട്ട വട്ടത്തിൽ കിടക്കുക. 80 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു മെഡിക്കൽ കോളേജ് ഭൂമിയുടെ മേളിൽ ഇല്ല. അല്ല, ഞാനല്ല ഈ ഡോക്ടർമാരുടെ ഗുരു, പാരമ്പര്യ വൈദ്യന്മാരെന്നാ പറഞ്ഞത്. അത് പണ്ഡിതന്മാരാ. നാഗാർജുനൻ, എസ് ടി ഫാർമസി, ചരകൻ, സുശ്രുതൻ, ഭാരദ്വജൻ, കണാദൻ, ശങ്കരാചാര്യര്, മനസ്സിലായോ? ശ്രീനാരായണ ഗുരുദേവൻ, ഇങ്ങനെയുള്ള മഹാപണ്ഡിതന്മാരാണ് വൈദ്യന്മാർ. അവരുടെ ഒരു പരമ്പരയായിട്ട് ഇന്നത്തെ കാലത്ത് നമ്മളിത് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷന് മുമ്പാകത്തോട്ട് ഇറങ്ങി വരുമ്പോ തന്നെയാണ്. ഈ കാക്കാനെ ജസ്റ്റ് നോക്കി വെച്ചോളി. അപ്പൊ നമുക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കാം.